ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത് 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നെറ്റ്. ഹെക്സഗണൽ നെറ്റിൻ്റെ 3 വ്യൂസാണ്. ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നെറ്റ് ഓഫ് M15 ബോൾട്ട്. M15 ബോൾട്ടിന് യൂസ് ചെയ്യുന്ന നെറ്റിൻ്റെ 3 വ്യൂസ് വരക്കാനാണ്. M15 എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ ആണ് ഈ 50. അതായത് ഗിവൺ ഡാറ്റ D = 15 ആണ്. D = 15 mm ആണ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഹെക്സഗണൽ നെറ്റിൻ്റെ 3 വ്യൂസ് വരക്കാൻ. നമ്മൾ ടെർമിനോളജി ഓഫ് ഹെക്സഗണൽ നെറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് അക്രോസ് കോർണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷന് 2D ആണ്. അപ്പം ലെങ്ത് അക്രോസ് കോർണർ ഇക്വേഷൻ 2D ആണ്. ഈ ഡിയിലേക്ക് ഈ വാല്യൂ, ഗിവൺ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 13 mm കിട്ടും. അതായത് ലെങ്ത് അക്രോസ് കോർണർ 30 mm കിട്ടും. ഈ 13 mm നമ്മൾ കോമ്പസിലെടുത്തുകാണ്ട് 13 mm കോമ്പസിലെടുത്ത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോയിന്റ് നമുക്ക് കണക്കായിക്കാണ്ട് ഒരു സർക്കിൾ വരക്കാം. അതായത് ലെങ്ത് അക്രോസ് കോർണറിൽ ഒരു സർക്കിൾ വരക്കാം, അതായത് 2D. എന്നിട്ട് അതേ റേഡിയസ് മാറ്റാതെ ഈ സർക്കിൾ നമ്പർ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പിന്നെ ഞാൻ ഈ ഒരു പോയിന്റിൽ വെച്ചുകാണ്ട് സർക്കിളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക. ആ 2 സൈഡിൽ ഓരോ ആർക്ക് കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റും വെച്ചുകാണ്ട് ഓരോ ആർക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സർക്കിളിൽ 4 പോയിന്റ്സ് കിട്ടി. ഈ 4 പോയിന്റ്സിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം നമുക്ക് ഹെക്സഗണൽ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് മേജർ ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് D. ഈ മേജർ ഡയാമീറ്ററിൽ D = 15 mm ആണ്. 15 mm കോമ്പസിലെടുക്കുക. 15 mm കോമ്പസിലെടുത്തുകാണ്ട് ഈ സെൻറ്റർ പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു സർക്കിൾ കൊടുക്കുക. ഈ സർക്കിൾ തിന്നായിരിക്കണം, കംപ്ലീറ്റും ആവരുത്. അതായത് കൺവേർഷൻ ഓഫ് ത്രെഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ത്രെഡ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സർക്കിൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. ത്രെഡ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി മൈനർ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.8D ആണ്. ഇപ്പോൾ D നമുക്ക് 15 ആണ്. 0.8D എന്ന് പറഞ്ഞാൽ 0.8 × 15. അപ്പം നമുക്ക് ആൻസർ കിട്ടും 12 mm കിട്ടും. 12 mm നമ്മൾ കോമ്പസിലെടുത്തുകാണ്ട് 12 mm കോമ്പസിലെടുത്തുകാണ്ട് ഒരു സർക്കിൾ കൊടുക്കുക. ഈ സർക്കിൾ നമ്മൾ എന്ത് വേണം? തിക്കായിരിക്കണം, കട്ടിക്ക് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഹെക്സഗണൽ നെറ്റിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടണം. ഫ്രണ്ട് വ്യൂ വരക്കണം. ഇത് വെച്ചാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ വരക്കാം. ഇതിൽ ഓരോ പോയിന്റ്സ് നമ്മൾ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ പോയിന്റ് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ പോയിന്റ്സ് ഓക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി തിക്നെസ് ഓഫ് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്ത് വേണം? തിക്നെസ് കാണും. തിക്നെസ് അത് നെറ്റിൻ്റെ തിക്നെസ് കാണും. നെറ്റിൻ്റെ തിക്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് തിക്നെസ് = 1D ആണ്. അപ്പം 1D എന്ന് പറഞ്ഞാൽ D നമുക്ക് 15 ഉണ്ട്. അപ്പം 15 തന്നെയാണ് തിക്നെസ്. 15 mm തിക്നെസ് കൊടുക്കാം. തിക്നെസ് 15 mm തിക്നെസ് കൊടുത്തുകൊണ്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ,
കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചാംഫർ കൊടുക്കണം. ചാംഫറിങ് നമുക്ക് ഫ്രീ ഹാൻഡും കൊടുക്കാം, അല്ലെങ്കിൽ കോമ്പോസിറ്റാണ് കൊടുക്കുക. നമുക്ക് ഫ്രീ ഹാൻഡാണ് ഏറ്റവും നല്ല എളുപ്പം, ഫ്രീ ഹാൻഡാണ്. ഓക്കെ, ചാംഫർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈന് നമുക്ക് തിക്കായിട്ട് കൊടുക്കാം. ഇപ്പം ഫ്രണ്ട് വ്യൂ ആയി, ടോപ്പ് വ്യൂ ആയി. ഇനി നമുക്ക് സൈഡ് വ്യൂ നമുക്ക് വരക്കുമ്പം ഈ അതേ ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് മുകളിലേക്ക്, സൈഡ് വ്യൂ ഇവിടെയാണ് വരക്കുക. ഈ അതേ ഡയമെൻഷൻ തന്നെയാണ് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊട്രാക്ടർ എടുക്കുക. പൊട്രാക്ടർ എടുത്താണ്ട് ഈ സെൻറ്റർ പോയിന്റ് വെച്ചാണ് നമുക്ക് 45 ഡിഗ്രി അടയാളപ്പെടുത്തുക. 45 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഒരു ഡയഗണൽ ലൈൻ കൊടുക്കുക. ഡയഗണൽ ലൈൻ കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ പോയിന്റ്സ് എല്ലാം മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഈ ലൈനിലേക്ക് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റ്സിന് മുകളിലേക്ക് തിക്നെസ് സെയിം തിക്നെസ് തന്നെ ആയിരിക്കും. ഇത് ഫ്രണ്ട് വ്യൂ, ഇത് സൈഡ് വ്യൂ ആണ്. തിക്നെസ്സിനൊരു ചേഞ്ചും ഉണ്ടാവില്ല. തിക്നെസ് = 1D ആണ്, 15 mm ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഒരു 15 mm എടുക്കുക. ഇവിടുന്ന് ഒരു 15 mm എടുക്കുക, കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ചാംഫറിങ് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവും കിട്ടി, ഫ്രണ്ട് വ്യൂയും കിട്ടി, സൈഡ് വ്യൂയും കിട്ടി. ഇതാണ് ഹെക്സഗണൽ നെറ്റിൻ്റെ 3 വ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഡയമെൻഷൻ കൊടുത്താൽ മതി. തിക്നെസ് = 15 mm. ലെങ്ത് അക്രോസ് കോർണർ 30 mm. ഓക്കെ, കോമ്പസ് ടോപ്പ് വ്യൂയുടെ സെൻറ്റർ ലൈനിൽ വെക്കാം, സെൻറ്റർ പോയിന്റിൽ. എന്നിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്ന് അഡ്ജസൻറ്റ് ഫേസിലേക്കുള്ള ദൂരം കോമ്പസിലെടുത്തുകൊണ്ട് അതിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ എന്ന് പറയുന്നത് ഹെക്സഗണൽ നെറ്റിൻ്റെ ചാംഫറിങ് സർക്കിളാണ്. ടോപ്പ് വ്യൂവിൽ ചാംഫറിങ് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ സർക്കിളായി കാണപ്പെടും. അതാണ് ഈ സർക്കിൾ ലാസ്റ്റ് നമ്മൾ വരച്ച സർക്കിൾ.